3 വയസ്സുകാരിയായ മകളെ തെരുവ് നായ ആക്രമിച്ച സംഭവത്തിൽ നീതി ലഭിച്ചില്ല എന്നാരോപിച്ച് സത്യഗ്രഹവുമായി പിതാവ്. മലപ്പുറം കോട്ടക്കൽ സ്വദേശി KM സ്വാലിഹാണ് കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹം ആരംഭിച്ചത്. തെരുവ് നായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. പേടിപ്പെടുത്തുന്ന ദൃശ്യമാണിത്. അലറി വിളിച്ച് കുട്ടിയുടെ അമ്മ പാഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് കുട്ടിക്ക് കൂടുതൽ പരിക്ക് പറ്റാതിരുന്നത്. ധൈര്യത്തിൽ സ്വന്തം വീടിന് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പകൽ വെളിച്ചത്തിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ 17-ാം തീയതിയാണ് സംഭവം. വീടിന് മുന്നിൽ കളിക്കുകയായിരുന്ന 3 വയസ്സുകാരി ഫാത്തിമ ഹെന്നയെയാണ് തെരുവുനായ ആക്രമിച്ചത്. തലയ്ക്കുൾപ്പെടെ കുഞ്ഞിന് 10 മുറിവുകളേറ്റു. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് ഫാത്തിമ ഹന്നയുടെ പിതാവും കോട്ടക്കൽ പണിക്കർകുണ്ട് സ്വദേശിയുമായ KM സ്വാലിഹ് സത്യാഗ്രഹം ആരംഭിച്ചത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും ലഭിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും അതുപോലെ തന്നെ ഇതിൻ്റെ മേൽ ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെടാനും പോരാട്ടങ്ങൾ മറ്റു രീതികളിലേക്ക് മാറ്റാനുമാണ് എൻ്റെ തീരുമാനം. സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നത് വരെ ഈ രീതിയിൽ മുന്നോട്ട് പോകും. കാരണം അത്രയും രൂക്ഷമായ തെരുവുനായ ശല്യമാണ്. മനുഷ്യാവകാശ പ്രവർത്തകൻ PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് തെരുവുനായ്ക്കൾ കേരളത്തിലുണ്ട്. അവയെ നിയന്ത്രിക്കുവാൻ അവയെ ABC സെൻ്ററുകൾ തുടങ്ങിയിരുന്നു. പക്ഷേ ABC സെൻ്ററുകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അവയ്ക്ക് ഫണ്ടില്ല, വേണ്ട തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല, മോണിറ്ററിംഗ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. തെരുവുനായ്ക്കൾ തമ്മിൽ തന്നെ ആക്രമണം നടത്തുകയും അവ ഇതേപോലെ ഗുരുതരമായ മുറിവുകൾ ഏറ്റ് രോഗങ്ങൾ ബാധിച്ച് നമ്മളെ ആക്രമിക്കുമ്പോൾ റാബീസ് സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാകും. പക്ഷേ ആ അതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 10 മാസത്തിനിടെ 1 ലക്ഷത്തോളം തെരുവുനായ ആക്രമണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. ഓരോ ദിവസവും അതിൻ്റെ എണ്ണം കൂടി വരികയുമാണ്. അടിയന്തരമായി പരിഹാരം കാണേണ്ട പ്രശ്നം തന്നെയാണിത്. വിഷയം ഗുരുതരമാണെന്നിരിക്കെ സംസ്ഥാനത്താകെയുള്ളത് 17 വന്ധ്യംകരണ കേന്ദ്രങ്ങൾ മാത്രമാണ്. മലപ്പുറത്താണെങ്കിൽ പേരിന് പോലും ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് കൂടുതൽ വന്ധ്യംകരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് തെരുവു നായകളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയുള്ളൂ. ഗോകുൽ K വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.